ത്തിന്റെ പേരിൽ ഭാര്യയുടെ വെട്ടിയെടുത്ത തലയുമായി യുവാവ് നഗരത്തിലൂടെ നടന്ന് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. വിജയദശമി നാളിൽ ഗുവാഹത്തിയിലാണ് സംഭവം. രഞ്ജിത് കുമാർ ദാസ് എന്നയാളാണ് ഭാര്യ അമോയ ദൈമാരിയുടെ തല വെട്ടിയെടുത്തത്. അവിഹിത ബന്ധം നേരിൽ കണ്ടുവെന്നും ചോദ്യം ചെയ്തപ്പോൾ ഭാര്യ മാപ്പ് പറയാൻ പോലും തയ്യാറായില്ലെന്നും പ്രതി പോലീസിന് നൽകിയ കുറ്റസമ്മതമൊഴിയിൽ പറയുന്നു. 10 വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം. 6ഉം 9ഉം വയസ്സുള്ള 2 മക്കളുണ്ട്. 6 വയസ്സുകാരന്റെ മുന്നിൽ വെച്ചാണ് അച്ഛൻ അമ്മയുടെ തല വെട്ടിയെടുത്തത്. സംഭവത്തിന് ദൃക്സാക്ഷിയായ 6 വയസ്സുകാരനെ പിന്നീട് കാണാതായി. മൂത്ത മകൻ സംഭവ സമയത്ത് ഒരു ബന്ധുവീട്ടിലായിരുന്നു. ചോരയൊഴുകുന്ന തല മുടിയിൽ തൂക്കിപ്പിടിച്ച് വലതുകൈയിൽ തലവെട്ടാനുപയോഗിച്ച വെട്ടുകത്തിയുമായി പ്രതി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു കൊല്ലപ്പെട്ട അമോയ. പ്രതിയായ രഞ്ജിത് കുമാറും ഭാര്യയും തമ്മിൽ വഴക്ക് പതിവായിരുന്നുവെന്ന് അയൽക്കാർ പറയുന്നു. രഞ്ജിത് കുമാർ ഭാര്യയെ സ്ഥിരമായി മർദ്ദിച്ചിരുന്നു. ഇയാൾക്ക് അയൽവാസികളുമായി ഒരു അടുപ്പവും ഉണ്ടായിരുന്നില്ല. ഇതിന് സമാനമായ ഒരു സംഭവം 1996 ഏപ്രിലിൽ ഗുവാഹത്തിയിൽ നടന്നിരുന്നു. അതിലെ പ്രതി ഇപ്പോൾ രാഷ്ട്രപതിക്ക് ദയാഹർജിയും നൽകി വധശിക്ഷയിൽ ഇളവ് കാത്ത് ഇരിക്കുകയാണ്.